Chief Guest, Advocate Dr. Tris Venugopal Sir, Kottuppada Gramapanchayat President Ms. M. Seneva B.B. Madam, നമ്മുടെ ഗസ്റ്റായെത്തിയ ആദർശ് കൃഷ്ണൻ, സ്കൂൾ സീനിയർ പ്രിൻസിപ്പൽ ശ്രീ ജേക്കബ് സാർ, സ്കൂൾ പ്രിൻസിപ്പൽ റിൻസി കെ മാത്യു മാഡം, കൊത്തുപുഴ ഗ്രാമപഞ്ചായത്ത് മെമ്പർ മിസ്റ്റർ എസ് ചന്ദ്രകുമാർ, ഗ്രാമപഞ്ചായത്ത് മെമ്പർ മിസ് സിസിലി ജോബ്, ഗ്രാമപഞ്ചായത്ത് മെമ്പർ ജി ഷൺമുഖൻ പിള്ളൈ, പേരൻസ് റെപ്രസെൻറ്റേറ്റീവ് മിസ്റ്റർ കെ എം അജ്മൽ, കൊത്തുപുഴ സ്കൂളിൻ്റെയും കൊട്ടായക്കരയും കാർമ സ്കൂളിൻ്റെയും കരവാള സ്കൂളിൻ്റെയും ഡയറക്ടർ മെമ്പേഴ്സായ മിസ്റ്റർ എസ് ചന്ദ്രകുമാർ സർ, മിസ്റ്റർ ജോൺ യശോദാസ് സർ, മിസ് എസ് മിത മാഡം, ബഹുമാനപ്പെട്ട പേരൻസ്, ടീച്ചേഴ്സ്, നോൺ ടീച്ചേഴ്സ്, ഡിയർ സ്റ്റുഡൻസ്, നമ്മുടെ ഈ സ്കൂളിൻ്റെ 4ാമത് വാർഷികമാണ് ഇന്നിവിടെ തുടക്കം കുറിക്കുന്നത്. കഴിഞ്ഞ ഒരു വർഷം ഈ സ്കൂൾ എങ്ങനെയായിരുന്നു എന്നുള്ളതിൻ്റെ ഒരു ചെറിയ റിപ്പോർട്ട് ഇവിടുത്തെ പ്രിൻസിപ്പൽ മാഡവും സീനിയർ പ്രിൻസിപ്പൽ ജേക്കബ് സാറും ഒക്കെ നൽകുകയുണ്ടായി. പരിമിതമായ സൗകര്യങ്ങൾ വെച്ചുകൊണ്ട് നമ്മുടെ കുട്ടികളുടെ പഠന സംബന്ധമായ കാര്യങ്ങളിൽ ഓരോ വർഷവും വേണ്ടത്ര മാറ്റങ്ങൾ വരുത്താനും അവർ വിദ്യാഭ്യാസത്തെ സഹായിക്കാനും വേണ്ടുന്ന കുറച്ച് പ്രോഗ്രാമുകളാണ് കഴിഞ്ഞൊരു വർഷം ഇവിടെ നടപ്പിലാക്കിയത്. തീർച്ചയായും വിദ്യാഭ്യാസം എന്നുള്ളത് ക്ലാസ് റൂമിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നില്ല എന്നുള്ളതിൻ്റെ ഒരു തെളിവാണ് കഴിഞ്ഞ ഒരു വർഷം കുട്ടികൾക്ക് കോ കരിക്കുലർ ആക്ടിവിറ്റീസ് നമ്മുടെ ഈ ക്യാമ്പസിലുള്ള പരിമിതികൾ വെച്ച് നടപ്പിലാക്കിയത്. നമുക്കറിയാം, ഓരോ വർഷവും നമ്മുടെ രാജ്യത്ത് ഏറ്റവും കൂടുതൽ കുട്ടികൾ 10ാം ക്ലാസ്സും +2 എഴുതുന്ന ഒരു സിലബസാണ് CBSE കുട്ടികൾ. ഈ ഒരു വർഷവും ഏകദേശം 44 ലക്ഷം കുട്ടികളാണ് 10ാം ക്ലാസ്സും +2 നമ്മുടെ രാജ്യത്ത് കുട്ടികൾ പരീക്ഷ എഴുതിയത്. ആ ഒരു സിലബസാണ് നമ്മുടെ കുട്ടികളും പഠിക്കുന്നത്. അത്രമാത്രം പ്രാധാന്യം ആ സിലബസിന് ഈ കാലത്തും വരും കാലങ്ങളിലും ഉണ്ട്. അതിൻ്റെ ഏറ്റവും വലിയ അച്ചീവ്മെൻറ്റുകളാണ് നമ്മുടെ രാജ്യത്ത് ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് സിവിൽ സർവീസ് ആയാലും IAS ആയാലും IPS ആയാലും അല്ലെങ്കിൽ IIT ആയാലും NEET പരീക്ഷ ആയാലും ഒക്കെ ഉയർന്ന വിദ്യാഭ്യാസ രംഗങ്ങളിൽ CBSE കുട്ടികൾ ആർജിക്കുന്ന നേട്ടങ്ങൾ വളരെ വലുതാണ്. എന്നാൽ ആ കുട്ടികളെല്ലാം അവരെ ക്ലാസ് റൂമിൽ ഇരിക്കുന്ന അധ്യാപകർ പഠിപ്പിക്കുന്ന പാഠഭാഗങ്ങൾ മാത്രമല്ല അവരെ ആ വിജയത്തിൽ എത്തിക്കുന്നത്. കുട്ടികൾക്ക് സ്കൂളും അവരെ പേരൻസും ഒരുക്കി കൊടുക്കുന്ന ചില അടിസ്ഥാന സൗകര്യങ്ങൾ കൂടി കൊടുത്താൽ മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്ന നിലവാരത്തിൽ കുട്ടികളുടെ ഒരു വ്യക്തിത്വം, പേഴ്സണാലിറ്റി ഉണ്ടാകുകയുള്ളൂ. ഇപ്പോൾ നമുക്കറിയാം, നമ്മൾ ഇവിടെ ഇരിക്കുന്ന ഈ ഒരു ഓഡിറ്റോറിയം അടുത്ത വർഷം നമ്മൾ കാണുന്നത് പല സ്പോർട്സ് ആൻഡ് ഗെയിംസുകളുടെ ഇൻഡോർ കോർട്ടായിട്ട് മാറുകയാണ്. കുട്ടികളുടെ ഫിസിക്കലായിട്ടുണ്ടാകുന്ന ഡെവലപ്മെൻറ്റ് മുന്നിൽ കണ്ടുകൊണ്ട് ബാസ്കറ്റ്ബോളും വോളിബോളും ബാഡ്മിൻ്റൺ അടക്കമുള്ള വിവിധ ആക്ടിവിറ്റീസ് നമ്മുടെ കുട്ടികൾ നൽകുന്നതോടൊപ്പം തന്നെ ആരോഗ്യമുള്ള, വളരെയധികം ബുദ്ധിയും കഴിവുമുള്ള, സ്കില്ലുള്ള കുട്ടികളെ വാർത്തെടുക്കുക എന്ന ലക്ഷ്യത്തോടുകൂടിയാണ് ഈ മാനേജ്മെൻറ്റ് ലക്ഷ്യമിടുന്നത്. നമ്മുടെ 2 സ്കൂളുകളായ കൊട്ടായക്കര കാർമൽ സ്കൂളും കരവാള ഹോസ്പിറ്റൽ സ്കൂളും ഒക്കെ കഴിഞ്ഞ 24 വർഷമായി
നിരവധി കുട്ടികളെയാണ് ഈ ഒരു മേഖലയിലേക്ക് ഉയർത്തിക്കൊണ്ടുവന്നിരിക്കുന്നത്. അത് സ്പോർട്സ് ആയാലും ഗെയിംസ് ആയാലും അല്ലാതെ അവരെ എഡ്യൂക്കേഷൻ അച്ചീവ്മെൻ്റ് ആയാലും ഏത് മേഖല എടുത്തു നോക്കിയാൽ തന്നെയും നമ്മുടെ കുട്ടികൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ എത്തിയിട്ടുണ്ട്. അതേ ഒരു കാഴ്ചപ്പാടുകൂടി തന്നെയാണ് കുളത്തൂപ്പുഴയും നമ്മൾ സ്കൂൾ മാനേജ്മെൻറ്റ് വളരെയധികം ദീർഘവൃക്ഷത്തോടുകൂടി തന്നെയാണ് അതിനെ ഫോക്കസ് ചെയ്യുന്നത്. തീർച്ചയായും അതിന് വേണ്ടുന്ന സഹകരണം പാരൻസിൽ നിന്നും കുട്ടികളിൽ നിന്നും പൊതുവിൽ നിന്നും കിട്ടണമെന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അതിൻ്റെ ഈ വരും വർഷങ്ങളിൽ നമ്മുടെ കുട്ടികൾ തന്നെ ഏതൊക്കെ മേഖല എത്തും എന്നുള്ളതിൻ്റെ നമുക്ക് തന്നെ പ്രവചിക്കാൻ പറ്റത്തില്ല. നമ്മുടെ മുന്നിലിരിക്കുന്ന നിരവധി കലാപരമായും കായികപരമായും രാഷ്ട്രീയപരമായും ഒക്കെ മേഖലയിൽ കഴിവെളിച്ച നിരവധി വ്യക്തിത്വങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. അവരെ പോലെ തന്നെ നമ്മുടെ കുട്ടികളൊക്കെ എത്താൻ കഴിയുന്ന ഒരു എഡ്യൂക്കേഷൻ കുളത്തൂപ്പുഴ ഓക്സ്ഫോർഡ് സ്കൂളിലെ കുട്ടികൾക്കും ലഭ്യമാണ് എന്ന് വിശ്വസിച്ചുകൊണ്ട് തന്നെ വളരെയധികം പ്രോഗ്രാം അടുത്ത വർഷവും 2026-27 അക്കാഡമിക് വർഷവും സ്കൂൾ ലക്ഷ്യമിടുന്നുണ്ട്. അതിന് എല്ലാ രക്ഷിതാക്കളും സ്കൂൾ നടത്തുന്ന എല്ലാ പ്രോഗ്രാമിലും കുട്ടികളെ പങ്കെടുപ്പിക്കുകയും ആ പങ്കെടുപ്പിക്കുന്നത് തന്നെ അവരെ ഉയർന്ന വിജയം അവരെ 10ാം ക്ലാസ് ആയാലും +2 ആയാലും നമ്മൾ ആഗ്രഹിക്കുകയും +2 കഴിഞ്ഞ ശേഷവും നമ്മൾ എന്താണോ കുട്ടികളെ എത്തിക്കാൻ നമ്മൾ മനസ്സിൽ കാണുന്നത് അതിൻ്റെ തുടക്കം ഇപ്പോഴേ നമ്മൾ ആരംഭിക്കേണ്ടിയിരിക്കുന്നു. അടുത്ത വർഷം 8ാം ക്ലാസ് ആരംഭിക്കുകയാണ്. 2 വർഷത്തിനുള്ളിൽ 10ാം ക്ലാസ്സും ഒക്കെ കഴിയും. +2 2 വർഷം കഴിഞ്ഞാൽ ആവുന്നു. അപ്പോൾ +2 ശേഷമുള്ള കുട്ടികളെ നമ്മൾ എത്തിക്കാവുന്ന പല മേഖലകളും നമ്മളിപ്പോഴും പേരൻസും കുട്ടികളും സ്വപ്നം കാണേണ്ടിയിരിക്കുന്നു. ആ തലത്തിലേക്ക് പ്രാപ്തരാക്കാൻ സ്കൂളും എല്ലാ ഇനത്തിലും ടീച്ചേഴ്സും ഒക്കെ സജ്ജമാണ്. തീർച്ചയായും ആ ഒരു മേഖലയിലേക്ക് ലക്ഷ്യമിടുന്ന എല്ലാ പേരൻസിനും അധ്യാപകർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. നന്ദി, നമസ്കാരം.